അയ്യോ എന്റെ ദൈവമേ എന്തുവാ കാണും. 2 മിനിറ്റ് കളി. കിട്ടി ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാകി വിഭവങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അന്നക്കുട്ടിയുടെ ഡേ ഇൻ അവർ ലൈഫാണ്. ഈ അന്നക്കുട്ടി രാവിലെ ഏറ്റു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യക്കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നക്കുട്ടിയുടെ ഓരോ പരിപാടികളാണ്. അന്നക്കുട്ടി ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് അതിനിടയ്ക്ക് അന്നക്കുട്ടി ഒച്ച പറിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അന്നക്കുട്ടി ആദ്യം ഇല്ലാത്ത ദിവസം അന്നക്കുട്ടിയുടെ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അന്നക്കുട്ടി ഇറങ്ങി ഓടുവാണ്. അപ്പം അന്നക്കുട്ടിക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് പണിയുണ്ട് വീട്ടിൽ കേട്ടോ. രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ്. ആദ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല, അവൻ്റെ കൂട്ടത്തിൽ കളിച്ച് സമയം പോകുന്ന അറിയില്ല. പക്ഷെ ആദ്യം ഇല്ലാത്തത് കൊണ്ട് അവൾ ഫുൾ ടൈം ബിസിയാണ് വേറെ ഓരോരോ പരിപാടികളായിട്ട്. മമ്മി അതിൽ നടപ്പുണ്ട്. അപ്പോൾ ആദ്യ കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള അന്നക്കുട്ടിയുടെ ഒരു ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അന്നമ്മ നോക്കിയാണേ കുറേ സാധനങ്ങളുമായിട്ട് അമ്മയെ സഹായിക്കാൻ പോകുന്നത് കേട്ടോ. എന്ത് സാധനമാണോ അന്നമ്മയെ കൊണ്ട് എടുപ്പിക്കുന്നത്? എന്ത് അടിയത്? അമ്മയുടെ അടുത്ത് തുണി മടക്കി വെക്കുന്നത് കണ്ടോ? ഈ തുണി മടക്കി വെക്കാൻ സഹായിച്ചോണ്ടിരിക്കുക. നോക്കി എന്ത് സോക്സാ കൊണ്ടിട്ടെന്ന് നോക്കി. എൻ്റെ ആ പൊന്നെ, ഇനി പോവാണോ? ഇനിയുണ്ട് എടുക്കാൻ? ഇനിയുണ്ടല്ലോ, ഓടിക്കുണ്ട്. ഇനിയുണ്ട് അന്നക്കുട്ടി. ഓ അതല്ലടി അന്നുട്ടി, അത് വിട്ടിട്ട് വാ. അവിടുന്ന് എടുത്തോണ്ട് വാ. അവിടെ പോയി എടുത്തോണ്ട് വാ. അറിയാവോ അവിടെ പോയി എടുക്കാൻ? അവിടെ പോയി എടുക്കാൻ അറിയാവോ? അത് കണ്ടു. അപ്പോൾ കണ്ടു 1 2 3 4 5 6 7 8 9 10 11 സോക്സ്. ഒരെണ്ണം 11 സോക്സ് സെറ്റായിട്ട് കൊണ്ടുവന്നേ. എന്തോ അതെടുത്ത് വെക്കണേ. എവിടെ വെച്ചോ? അവിടെ വെച്ചിട്ട് പോയി അമ്മയുടെ അടുത്ത് പോയി എടുത്തു ഇനി അടുത്തെടുത്തോണ്ട് വാ. ഓടുന്ന ഓട്ടം നോക്കി. ഓഹോ എൻ്റെ അമ്മോ, എന്തോ കൊണ്ടുപോകുന്ന നോക്കിയാൽ കുലുങ്ങി. ഓ കണ്ട വെച്ചു. ഇനി അടുത്തത്. തീർച്ചാ പോന്നെ. എൻ്റെ ദൈവമേ, കൊച്ചിനെടുക്കുവാടി ഇതൊക്കെ. പോക്ക് നോക്കിയേ, സ്പീഡ് നോക്കിക്കേ. അയ്യോ മൊത്തം താഴെ പോയേ. സാരമില്ലടാ, പോട്ടെ നമുക്ക് എടുത്ത് വെക്കാം. കൊച്ചെടുക്കണ്ട, കൊച്ചെടുത്താൽ എല്ലാം നൂർന്നു പോകും. അതെ, എല്ലാം നൂർന്നു പോകും കൊച്ചെടുത്താലേ. വേണ്ട, അത് താഴെ പോയി. വേണ്ട, പോയി എടുത്തോണ്ട് അടുത്തത്. വണ്ടി ഓടുന്ന സ്പീഡോ. കൊച്ചിന്റെ മോഹം കാണത്തില്ല. അമ്മ ഇതേ വരുന്നു. അമ്മ അടുത്തത്. അതവിടെ തന്നെ വെച്ചോ, അടുക്കി വെച്ചോ. ഇല്ല, എവിടെ വെക്കാം? അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? ഇവിടെ വെച്ചോ. കണ്ട അമ്മയ്ക്ക് കൊണ്ടുവരാൻ തുണിയില്ല ഇപ്പൊ. വന്നു അന്നൂട്ടിയെ തീർന്നു പോയി. അന്നൂട്ടി അമ്മേനെ സഹായിച്ച്. ബെഡിന്റെ കളറോ? ബെഡ് മനുഷ്യനെ കാണാൻ കൊള്ളില്ല, അമ്മാതിരി കളറായി പോയി. മൂത്രം വീണ് ഉണങ്ങി കരിമ്പനടിച്ച്. അന്നൂട്ടിയെ മടക്കി വെക്കാൻ കൂടാ ഇനി. മടക്കി വെച്ചത് മടക്കും, തുണി അലക്കി ഞങ്ങൾ വിരിക്കും, എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാമോ അല്ലേ? മടക്കുന്ന നോക്കി. എൻ്റെ പൊന്നു മൂർത്തി വെച്ചു. മടക്കിക്ക് എന്നിട്ടത് ഉടുപ്പ് മടക്കിക്ക്. മടക്ക. എങ്ങനെയാണോ മടക്കുന്നത് അറിയത്തില്ല. എങ്ങനെയൊക്കെ ഒപ്പിക്ക് ഞങ്ങൾ മടക്കി. അതാണ്ടേ നൂർത്തുന്നുണ്ട്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കൊച്ചിന്. എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. എന്തായാലും നൂർത്തി ഇട്ടു കേട്ടോ നോക്കി. ഓ മെടുക്കി. കൊച്ചിനറിയാവോ എങ്ങനെയാന്ന്? കൊച്ചിനറിയാവോ? മടക്കി. ഓ അടിപൊളിയേ. ഇനി ഇങ്ങോട്ട് മടക്കിക്ക്. ഓ പിന്നെ നോക്കിയാടി, മടക്കിയത് നോക്കിയാടി. കൊള്ളാം. ഓ എൻ്റെ ദൈവമേ, ഇത് അമ്മയ്ക്കോട്ട് കൊടുത്തേ. അടിപൊളിയേ. അടിപൊളി. തുണി മടക്ക് വീഡിയോ ഇന്നത്തെ. എങ്ങനെയുണ്ട് അല്ലേ ഗൈസ്? ഓ എൻ്റെ സഹായമാണോ ഓടി നടന്നിട്ട് എല്ലാം എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ മുന്നിലുണ്ട് കേട്ടോ. ഒന്നിനൊരു മടിയില്ല അല്ലേ അന്നൂട്ടി? വെൽക്കം. ഇന്നത്തെ പരിപാടിയാണ് കേട്ടോ. ഇന്ന് രാവിലെ തുടങ്ങി. ആദ്യക്കൂട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ അന്നൂട്ടി
ശോകമുകയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. അവൾക്കൊന്ന് ആക്റ്റീവ് ആവാനായിട്ട്. ആ ആ എന്താന്ന് തുണിയാണെങ്കിൽ ഇപ്പം അലമാരിക്കകത്ത് ഇടയില്ലാതായിരിക്കുകയാണല്ലോ ഡി. അലമാരിക്കകത്ത് എനിക്ക് ടൈറ്റ് ചെയ്ത് കുത്തി നിറച്ചിരിക്കുകയാണ്. ഇനി ഇടയില്ല. ഇത് റോൾ ചെയ്താണ് തുണി കൊണ്ടിരുന്നത്. ഉരുട്ടി വെച്ചേക്കുന്നു. അതെ ഉണ്ട്. ഇപ്പം നിനക്ക് എളുപ്പമായല്ലോ. അതെ അന്നൂട്ടിയാ എല്ലാം കൊണ്ട് തരുന്നേ. മൂലയിലിടിക്കല്ലോ അവനെ ഉണ്ടോ? ഓ പതുക്കെ ആ മൊത്തം എടുത്തോണ്ട് പോ. ഫുൾ എടുത്തോണ്ട് പോക്കോ. ആ ഇങ്ങനെ ഫുൾ എടുത്തോണ്ട് പോക്കേ. നീ ഇത് 2 വെച്ചോണ്ടോ എന്നാ. ഓ നീ ഇത് 2 കൊണ്ടു. ഇത് 2. ഓ തലയിടിക്കല്ലേ. ഓ അത് ചുരിദാറോ അതോ ഒറ്റയ്ക്ക് എടുക്കാനുള്ളത് ഉള്ളൂ? ആ മതി കേട്ടോ. ഇന്ന് ആ തുണി മൊത്തം അത് കുഞ്ഞു മടക്കി വെച്ചതിന് ശേഷം മാത്രമേ റെസ്റ്റ് ഉള്ളൂ. സ്പീഡ് വേണമെന്ന്. ആ ഓടി വാ. ഓടി വാ. ആ തീർന്നു. എൻ്റെ പാൻ്റാ നല്ല ഗാനം കാണും ഇതിന്. ആ പാൻ്റല്ലേ അതിൽ കൂട്ടർ നിൽക്കറല്ലേ. ആ ഓക്കെ താങ്ക് യു. ഇത് കട്ടച്ചക്കടല്ലോ മഷി ഒഴിച്ചിട്ടേക്കും അല്ലേ? മഷിയല്ലേ പെട്ടേക്കടെ കിടക്കുന്നത്? അടിച്ചിട്ടുണ്ട്. അടിക്കല്ലേ ചെയ്യില്ല. വേണ്ട എന്ന് പറഞ്ഞു കേട്ടില്ലേ? വേണ്ടെന്ന് പറഞ്ഞ അവളെ ചെയ്യില്ല. പിന്നെ വലിക്കില്ല. ഇപ്പൊ വീഴും. ചായ ആക്കാന്ന് പോന്നില്ല. അവള് അതെ അവളുടെ പുറത്ത് അവൻ കേറിയിരിക്കുന്നു. രണ്ടും കൂടെ വാ കിടക്കുന്നു. അയ്യോ ഒന്നും പറയണ്ട. ഇനി കുറച്ച് അടുക്ക പഠിക്കാനുണ്ട്. പഠിക്കാനില്ലേ? ഇല്ലേ? ഇന്നലെ ആദ്യം പറയാ സ്കൂളിൽ പോകണ്ട. പോക വേണ്ടോ? ഞാന് ചുമക്കാൻ പാടില്ല. ഞങ്ങളല്ലേ ശരിക്കും ചുമക്കണ്ടേ? ഇതുണ്ടോ? അപ്പൊ ഇതാ കംപ്ലീറ്റ് ആയിരിക്കുന്നു. 2 പേര്. ആദ്യക്കൂടെ ജീപ്പയിലാണ് സ്കൂളിൽ പോകുന്നത്. ഇപ്പൊ പേടിയില്ലെന്നാ പറഞ്ഞത് അല്ലേ? പേടിയില്ലല്ലേ? അതിന്റെ പേടി പോയോ? അതിനാ ജീപ്പാണോ കാറാണോ നല്ലത്? ഇപ്പൊ സ്കൂളിൽ പോയാൽ ഏറ്റവും നല്ലതാ ജീപ്പാ നല്ലത് കേട്ടോ. കഴിഞ്ഞ ദിവസം അവനെ സ്കൂളിൽ ഞങ്ങൾ കൊണ്ടുവിട്ടായിരുന്നു. അപ്പൊ അവനോട് ഞങ്ങൾ ചോദിച്ചു ജീപ്പാണോ കാറിൽ പോകാനാണ് ഇഷ്ടം? അപ്പൊ അവൻ പറയും ജീപ്പിൽ പോകാനാണ് ഇഷ്ടം. അവനിപ്പോ ജീപ്പാണ് ഇഷ്ടം. ഇത്രയും നേരം കളിയായിരുന്നു 2 പേരും. ഇപ്പൊ രാത്രി 2 പേരല്ല 3 പേരും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഇപ്പൊ രാത്രിയായി, സമയം കിടന്നുറങ്ങാനുള്ള ടൈമായി. കളിക്കൊരു കുറവുമില്ല. അയ്യോ എന്റെ ദൈവമേ എന്തുവാ കാണുന്നത്? ഞാൻ കണ്ടു. അടുത്ത ആളാ കേറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദാണ്ടെ ആ കിട്ടി എന്റെ അമ്മേ വാണ്ട കിടക്കുന്നു. 2 പേരും കൂടെ ഒരു ഭാഗയാക്കൂന്നാ തോന്നുന്നു. അവിടെ കൈ വന്ന് 2 മുട്ടി എന്നാ ശരി. ചാച്ചാ ബൈ പറഞ്ഞേ. അനുട്ടി അവിടെ ഭയങ്കര ബിസിയാ. ഉമ്മ പറഞ്ഞേടി. അയ്യോ ചമ്മന്തി പരിപാടി. ഞാൻ ആദ്യകൂട്ടം പറയുന്ന പോലെ പറയാ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.